ഈശോയുടെ തിരുഹൃദയ വണക്കമാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നാം കാണുന്നത് യേശു അനുഭവിച്ച സഹനങ്ങളുടെ ഒരു ഹൃദയമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ആരും തന്നെ സഹനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും സഹനമില്ലാത്ത ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സഹനം വന്നു ഭവിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, മറ്റുള്ളവർ നമ്മോട് അതിക്രൂരമായി പെരുമാറുന്നത് കൊണ്ടാണ് സഹനം സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ആകണമെന്നില്ല. സാഹചര്യങ്ങൾ നമ്മെ സഹനത്തിലൂടെ കടത്തിവിടുന്നു എന്നതാണ്. അപ്പോൾ നമ്മുടെ സഹനത്തെ ഓർത്ത് വിലപിക്കുമ്പോൾ, യേശുവിൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ നമുക്ക് അണയുമ്പോൾ, യേശുവിൻ്റെ തിരുഹൃദയം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി സഹിച്ച ഒരു ഹൃദയത്തെക്കുറിച്ചാണ്. യേശുവിന് വേണ്ടി യേശു ഒന്നും തന്നെ സഹിച്ചിട്ടില്ല. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് വേണ്ടി യേശു ഒന്നും തന്നെയും സഹിച്ചിട്ടില്ല. യേശുവിനെ വളർത്തിയ വളർത്തുപിതാവായ യോസേപ്പ് പിതാവിന് വേണ്ടി യേശു ഒന്നും സഹിച്ചിട്ടില്ല. മറിച്ച് യേശുവിൻ്റെ സഹനം മുഴുവനും മാനവരാശിയായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടായിരുന്നു. നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി, നമ്മെ ദൈവവുമായി രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മെ ദൈവസന്നിധിയിലേക്കുള്ള സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു തരുന്നതിന് വേണ്ടി, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി ഒക്കെയായിരുന്നു. തിരുഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന നമുക്ക് ആ ഹൃദയം കാണുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, നമ്മുടെ സഹനം ശരിക്കും ആർക്ക് വേണ്ടി ഉള്ളതാണ്? നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ? രണ്ടാമതായി, യേശു ഇത്രയധികം സഹിക്കുമ്പോൾ നമ്മുടെ സഹനത്തെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ സ്വർഗരാജ്യം പ്രാപ്തമായി മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം യേശുവിനോടൊത്ത് സഹിക്കുന്നവൻ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്ലീവാമരത്തിന്മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാന തുള്ളി രക്തം കൂടെ എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ, അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു. എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും വ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മേൽ ദയയായിരിക്കണമേ. കർത്താവേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശു മരണത്തെക്കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കം പാർത്തരുളണമേ. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. അനുപമമായ ഒരു സുദിനം കൂടി നമുക്ക് സമ്മാനിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, വണക്കമാസത്തിൻ്റെ 23-ാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അന്യരാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്ന നിരവധി വ്യക്തികളുണ്ട്. അവരേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാതിലിൽ മുട്ടുന്നവരുടെ സ്വരം കേൾക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്വന്തം ദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന സഹോദരങ്ങളുടെ നിലവിളി കേൾക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. മാനുഷികമായ പരിഗണനയും സ്വീകാര്യതയും ഇവർക്കായി ഉറപ്പുവരുത്തണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയും കുടുംബത്തിൽ നിന്ന് പ്രവാസികളായിട്ടും അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അവരുടെ നന്മയ്ക്കായി നമുക്ക് സമർപ്പിക്കുക, പ്രാർത്ഥിക്കാം. ഒരുപാട് പേർ വിദ്യാഭ്യാസത്തിനായി വിവിധ രാജ്യങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ട്. അവരുടെ മുന്നിലൊക്കെ അടഞ്ഞുപോയ വാതിലുകൾ അവർ മുട്ടുമ്പോൾ തുറക്കുവാനായി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.